നമ്മൾ ഇന്ന് 7-ാം ശതകത്തിലേക്ക് കടക്കുകയാണ്. 601 മുതൽ 629 വരെയുള്ള നാമങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ശ്ലോകങ്ങൾ 121 മുതൽ 125 വരെ. ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 121 ശ്ലോകം. ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണനിധിർ ഗോമാതാ ഗുഹജന്മഭൂ. ധരാന്തോളിത ദീർഘാക്ഷി. ധര എന്ന പദത്തിന് അല്പമെന്നും ഭയമെന്നും അർത്ഥമുണ്ട്. ആന്തോളിത എന്നാൽ ചഞ്ചലമായത് എന്ന് അർത്ഥം വരുന്നു. ദീർഘം എന്നാൽ നീളമുള്ളത് എന്ന് പറയാം. അപ്പോൾ ഈ നാമം കൊണ്ട് ദേവിയെ അല്പം ചഞ്ചലമായതും ദീർഘവുമായ കണ്ണുകളോടുകൂടിയവൾ എന്ന് വിശേഷിപ്പിക്കുന്നതായി കാണാം. മൃഗാക്ഷി എന്ന നാമത്തിലും നമ്മൾ ദേവിയുടെ കണ്ണുകൾ മാൻപേടയുടെ കണ്ണുകൾ പോലെ ചഞ്ചലമായതാണ് എന്ന് കണ്ടതാണ്. എവിടെയും എല്ലാവരിലും ദൃഷ്ടി പതിയുവാനാണ് ചെവിയുടെ അറ്റം വരെ നീണ്ട കണ്ണുകൾ ചഞ്ചലമായിരിക്കുന്നത് എന്ന് പറയുന്നു. ദേവിയുടെ കടാക്ഷം ഭയത്തെ ഇല്ലാതാക്കുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. ധരഹാസോജ്വലന്മുഖി. ധരം എന്ന പദത്തിന് നേരത്തെ പറഞ്ഞ പോലെ അല്പം എന്നെടുക്കുകയാണെങ്കിൽ അല്പം മന്ദഹാസത്തോടെ ശോഭനമായ മുഖമുള്ളവളാണ് ദേവിയെന്ന് അർത്ഥം വരുന്നു. ധരം എന്നതിന് ഭയമെന്നും അർത്ഥം പറയുന്നു. അപ്പോൾ അസുരനിഗ്രഹണത്തിൻ്റെ സമയത്ത് ഭയങ്കരമായ അട്ടഹാസത്തോടുകൂടി ജ്വലിക്കുന്ന മുഖമുള്ളവൾ എന്നും വിശേഷിപ്പിക്കാം. ഗുരുമൂർത്തിർ ഗുണനിധിർ ഗോമാത. ഇത് 3 നാമങ്ങളായി കാണണം. ഗുരുമൂർത്തി, ഗുണനിധി, ഗോമാത എന്ന 3 നാമങ്ങളായിട്ട്. ഗുരുമൂർത്തി. ഏതൊരു മന്ത്രവും ജപിക്കുന്നതിന് മുൻപും ആദ്യമായി ഗുരുവിനെ സങ്കല്പിക്കണം. പിന്നീട് ബ്രഹ്മമന്ത്രത്തിൽ സ്പർശിക്കണം എന്ന് പറയുന്നു. ഗുരുവും മന്ത്രവും ദേവതയും ഭിന്നരല്ല എന്നും പറയുന്നു. ഇച്ഛപ്രകാരം രൂപം ധരിക്കാൻ കഴിവുള്ള ദേവിയെ ഗുരുരൂപത്തിൽ ധ്യാനിക്കണം എന്ന് മനസ്സിലാക്കിയാൽ ഗുരു തന്നെ രൂപമായിട്ടുള്ളവളെന്ന് ഈ നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നു. ഗുണനിധി. അതായത് 3 ഗുണങ്ങൾക്കും സത്വം, രജസ്, തമസ് ഇരിപ്പിടമായവൾ, 9 വ്യൂഹങ്ങളുടെ നിധിയായവൾ, വടീരിക എന്ന വടത്തിന് ഉറപ്പ് നൽകിയവൾ എന്നൊക്കെ ഈ നാമം കൊണ്ട് ദേവിയെ വിശേഷിപ്പിക്കാമത്രേ. ഭൂത, ദയ, ക്ഷമ, അനസൂയ, ശൗചം, അനായാസം, മംഗളം, അകാർപ്പണ്യം എന്നീ അഷ്ടഗുണങ്ങൾക്കും നിധിയായവൾ ദേവിയാണ്. വസ്തുക്കളിലെ രസം, ഗന്ധം, തൂക്കം തുടങ്ങിയ സ്വഭാവങ്ങളെയും ഗുണമെന്ന് പറയുന്നു. അതും ദേവി തന്നെയാണ്. കടപയാതിന്യായ പ്രകാരം നിധി എന്നത് 9 ആകുന്നു. ഗുണത്തിന് വ്യൂഹമെന്നും അർത്ഥം വരുന്നു. അതുകൊണ്ട് ദേവിയെ സൃഷ്ടിക്ക് ആവശ്യമായ 9 വ്യൂഹങ്ങളായി സ്ഥിതി ചെയ്യുന്നവളെന്നും വിശേഷിപ്പിക്കാം. കാലം, കുലം, നാമം, ജ്ഞാനം, ചിത്തം, നാദം, ബിന്ദു, കല, ജീവൻ എന്നിവയാണ് 9 വ്യൂഹങ്ങളെന്ന് പറയുന്നു. ഗുണമെന്നതിന് കയറ് എന്നും അർത്ഥം കാണുന്നു. വടീരിക എന്ന ചർമ്മനിർമ്മിതമായ കയറിന് ദേവിയാണ് ശക്തി നൽകുന്നത് എന്ന് പറയുന്നു. ഗോമാത. ഗോക്കൾക്ക് മാതാവായവൾ എന്ന് ദേവിയെ വിശേഷിപ്പിക്കുന്നു. ഗോക്കൾ എന്നാൽ പശുക്കൾ എന്ന് പറയുകയാണെങ്കിൽ പശുക്കളുടെ മാതാവ് കാമധേനുവാണ്. കാമധേനു ഇച്ഛിച്ചതെല്ലാം നൽകുന്ന ദിവ്യമായ പശുവാണ്. ദേവിയും അതുപോലെ തൻ്റെ ഭക്തർക്ക് ഇച്ഛിച്ചതെല്ലാം നേടിക്കൊടുക്കുന്നതുകൊണ്ട് ദേവിക്ക് കാമധേനു സ്വരൂപമാണെന്ന് പറയുന്നു. ഗോ എന്നാൽ വാക്ക്, ബുദ്ധി, സ്വർഗം, നക്ഷത്ര വ്യൂഹങ്ങളുടെ രശ്മികൾ, മിന്നൽ, ചന്ദ്രൻ, ഭൂമി, ദിക്ക് എന്നും പല അർത്ഥങ്ങളും കാണാം. ഇവയുടെ എല്ലാം മാതാവും ദേവി തന്നെയാണ്. ഗുഹജന്മഭൂ. ഗുഹൻ എന്നാൽ സ്കന്ദൻ, സുബ്രഹ്മണ്യൻ. അപ്പോൾ ദേവി സ്കന്ദമാതാവാണ് എന്ന് പറയുന്നു. അവിദ്യയാൽ ആവരണം ചെയ്യപ്പെട്ട ജീവനുകളുടെ മാതാവ് എന്നും ഇതിന് അർത്ഥം പറയുന്നുണ്ട്. കാരണം സർവ്വജീവാത്മാക്കളും അവിദ്യയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറയുന്നു. 122 ശ്ലോകം. ദേവേശീ ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിഭന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത. ദേവേശി. ദേവന്മാരുടെ ഈശ്വരി, ദേവേശൻ്റെ പത്നി, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൾ എന്നൊക്കെയാണ് ഈ നാമത്തിന് അർത്ഥം കാണുന്നത്. ദേവേശൻ എന്നാൽ ശിവൻ. അതുകൊണ്ട് ദേവി ദേവേശിയായി. ദേഹത്തിലെ ഓരോ അവയവങ്ങൾക്കും, അതായത് കർമ്മേന്ദ്രിയങ്ങൾക്കും പ്രത്യേകം ദേവന്മാരുണ്ട്. വിഷ്ണു കാലിന്, ഇന്ദ്രൻ കൈകൾക്ക് തുടങ്ങി. ഇവരെയെല്ലാം നിയന്ത്രിക്കുന്നത് ദേവിയാണ്. ദണ്ഡനീതിസ്ഥ.
നീതിശാസ്ത്രത്തിൻ്റെ പ്രധാന ഭാഗമാണ് ദണ്ഡനീതി. ഭരണതന്ത്രത്തിൽ നിയമവാഴ്ചയ്ക്ക് ദണ്ഡനീതി അത്യാവശ്യമാണ്. അതിനുള്ള നിയമങ്ങളാണ് ദണ്ഡനീതിയുടെ ഉള്ളടക്കം. ഇവയെല്ലാം ദേവിയുടെ ആജ്ഞകളാണ് എന്നതിനാൽ ദണ്ഡനീതിയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്ന് പറയുന്നു. ദഹരാകാശരൂപിണി, ഹൃദയ കുഹരത്തിലെ, കുഹരമെന്നാൽ കുഴി, ഗുഹ എന്നൊക്കെ പറയാം. അല്പാകാശത്തെ ദഹരാകാശമെന്ന് പറയുന്നു. ഇത് ബ്രഹ്മം തന്നെയാകുന്നു. അതുകൊണ്ട് അത് ദേവീ രൂപവുമാകുന്നു. അപ്പോൾ ദേവിയെ ദഹരാകാശത്തിൻ്റെ രൂപത്തിൽ എന്ന് വിശേഷിപ്പിക്കാം. ദഹരാകാശത്തിൽ ആത്മാവായി ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് സാരം. പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത, പ്രതിപദം മുതൽ പൗർണമി വരെയുള്ള തിഥികളുടെ സമൂഹത്തിൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് അർത്ഥം പറയുന്നു. ഓരോ തിഥിക്കും ഓരോ നിത്യദേവതമാരാണ്. അവരെല്ലാം ദേവി തന്നെയാണ് എന്ന് നാം നേരത്തെ മനസ്സിലാക്കിയതാണല്ലോ. നിത്യദേവതകളാൽ പൂജിക്കപ്പെടുന്നവളെന്ന് വ്യാഖ്യാനിക്കാം എന്ന് പറയുന്നു. 123 ശ്ലോകം. കലാത്മിക കലാനാഥ കാവ്യാലാപവിനോദിനി സചാമരരമാവാണി സവ്യദക്ഷിണ സേവിത. കലാത്മിക, കലാരൂപിണിയായി എല്ലാ കലകളുടെയും ചൈതന്യമായവളാണ് ദേവി എന്നിവിടെ വിശേഷിപ്പിക്കുന്നു. കലകൾ 64 നാം കണ്ടിരുന്നു. 64 കലകളുടെയും ആത്മാവ് ദേവി തന്നെയാണ്. കലാനാഥ, എല്ലാ കലകൾക്കും നാഥയായവളാണ് ദേവി എന്ന് പറയുന്നു. ചന്ദ്രമണ്ഡലം എന്നും അർത്ഥം കാണുന്നു. കാവ്യാലാപ വിനോദിനി, കാവ്യങ്ങൾ പാരായണം ചെയ്തു കേൾക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നവളാണ് ദേവി എന്ന് അർത്ഥം പറയുന്നു. സചാമരരമാവാണി സവ്യദക്ഷിണ സേവിത, ഇടതുഭാഗത്ത് ലക്ഷ്മി ദേവിയാലും വലതുഭാഗത്ത് സരസ്വതി ദേവിയാലും ചാമരം വീശി സേവിക്കപ്പെടുന്നവളാണ് ദേവിയെന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. ഇടതുഭാഗത്ത് സമ്പത്തും ഭോഗങ്ങളും വലതുഭാഗത്ത് വിദ്യയും ജ്ഞാനവും ദേവിയുടെ കൽപ്പനകൾ കാത്തുകിടക്കുന്നു എന്നാണ് പറയുന്നത്. 124 ശ്ലോകം. ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേകകോടി ബ്രഹ്മാണ്ഡജനനി ദിവ്യവിഗ്രഹ. ആദിശക്തിരമേയാത്മാ, ഇതിനെ 3 നാമങ്ങളായി മനസ്സിലാക്കണം. ആദിശക്തി, അമേയ, ആത്മാ എന്ന് 3 നാമങ്ങളായി പിരിക്കണം. ആദിശക്തി ഈ ജഗത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ പ്രഥമ ശക്തിയാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. അമേയ, അമേയ എന്നാൽ അളക്കാൻ കഴിയാത്തത്, അതിർത്തികൾ ഇല്ലാത്തത് എന്നൊക്കെ അർത്ഥം പറയാം. ഒരു തരത്തിലും അളക്കപ്പെടുവാനാവാത്തതാണ് ദേവി എന്ന് പറയുന്നു. ആത്മാ, ആത്മാ എന്നാൽ ജീവൻ എന്നർത്ഥം. പ്രകൃതി, പ്രയത്നം, മനസ്സ്, ബുദ്ധി, അറിവ്, ധൈര്യം, സൂര്യൻ, അഗ്നി എന്നൊക്കെ ഈ പദത്തിന് അർത്ഥം കാണാം. പരമാ, പരൻ എന്നാൽ ശിവനെന്നും മാ എന്നാൽ ലക്ഷ്മി എന്നും അർത്ഥം കാണാം. അപ്പോൾ ദേവിയെ പരമശിവൻ്റെ ലക്ഷ്മി എന്ന് പറയാം. പാവനാകൃതി, പാവനമായ അതായത് പരിശുദ്ധമായ ആകൃതിയോടുകൂടിയവളാണ് ദേവിയെന്ന് ഈ നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നു. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി, ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ചത് ദേവിയാണെന്ന് നാം നേരത്തെ കണ്ടതാണ്. അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളെ സൃഷ്ടിച്ചവൾ ജനനി ആണ് ദേവിയെന്ന് പറയുന്നു. ദിവ്യവിഗ്രഹ, വിഗ്രഹമെന്നാൽ ദേഹമെന്ന് പറയാം. അപ്പോൾ ഈ നാമം കൊണ്ട് ദേവിയെ ദിവ്യമായ അതിരമണീയമായ ദേഹത്തോടു കൂടിയവളെന്ന് വിശേഷിപ്പിക്കാം. 125 ശ്ലോകം. ക്ലീങ്കാരി കേവലാഗുഹ്യ കൈവല്യപദദായിനി ത്രിപുരാ ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തിസ്ത്രിദശേശ്വരി. ക്ലീംകാരി, ക്ലീം എന്നത് കാമബീജമാണ്. ഇച്ഛാശക്തിയും വശ്യശക്തിയും ചേർന്ന ഒരു ശ്രേഷ്ഠമായ മന്ത്രമാണ്. ക്ലീങ്കാരത്തെ ചെയ്യുന്നവളാണ് ക്ലീങ്കാരി, അതായത് ദേവി. ദേവിയുടെ സ്വരൂപം തന്നെ ഈ ബിന്ദുവിൻ്റെ സ്വരൂപമായതിനാൽ കാമബീജ സ്വരൂപിണിയാണ് എന്നും പറയുന്നു. ക്ലീങ്കാരൻ എന്നാൽ ശിവൻ എന്നും അർത്ഥം വരുന്നു. അപ്പോൾ ക്ലീങ്കാരി ശിവപത്നിയാണ് ദേവി. ക്ലീം ഒരു ബീജാക്ഷരമാണ്. അത് ഗുരുമുഖത്ത് നിന്ന് ഉപദേശം കിട്ടേണ്ട ഒരു മന്ത്രമാണ്. കേവല, ദേവിയെ ഏകാഗ്നിയായവളെന്ന് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. എല്ലാം ദേവി തന്നെയാണ്, വേറെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ ദേവി ഏകാഗ്നിയാണ് എന്ന് കാണാം. ഗുഹ്യ, ഗുഹയിൽ പ്രവേശിച്ചവൾ,
ഗുഹ്യമായ അതീവ രഹസ്യമായ രൂപത്തോടുകൂടിയവൾ എന്നൊക്കെ ഇവിടെ ദേവിയെ വിശേഷിപ്പിക്കുന്നു. കൈവല്യപദദായിനി. കൈവല്യം, സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നീ മുക്തിയുടെ 5 പ്രകാരഭേദങ്ങളിൽ കൈവല്യം പ്രദാനം ചെയ്യുന്നവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. ത്രിപുര. സുഷുമ്ന, ഇട, പിംഗള എന്നീ 3 നാഡികളിലും മനസ്സ്, ബുദ്ധി, ചിത്തം എന്നീ 3 അന്ധഃകരണങ്ങളിലും ഗാർഹപത്യം, ആഹവനീയം, ദക്ഷിണാഗ്നി എന്നീ അഗ്നിത്രയങ്ങളിലും ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നീ ശക്തിത്രയങ്ങളിലും കുടികൊള്ളുന്നവളാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ഇവയെല്ലാം 3 പുരങ്ങളായി കണക്കാക്കാം എന്ന് പറയുന്നു. ത്രിജഗത് വന്ദ്യ. 3 ലോകങ്ങളിലും, അതായത് ഭൂമി, സ്വർഗം, പാതാളം എല്ലാവരാലും വന്ദിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നവൾ ആണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. ത്രിമൂർത്തിസ്ത്രിദശേശ്വരി. ഇത് ത്രിമൂർത്തിയെന്നും ത്രിദശേശ്വരി എന്നും പദം മുറിച്ച് മനസ്സിലാക്കണം. ത്രിമൂർത്തി, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെയാണല്ലോ നമ്മൾ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. ഇവരുടെയെല്ലാം ശക്തി സ്വരൂപിണികൾ ദേവിയാണ് എന്നർത്ഥം പറയുന്നു. 3 വയസ്സുള്ള കന്യാരൂപിണി എന്നും ഈ നാമത്തിന് അർത്ഥം കാണുന്നു. ദേവി ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ രൂപം ധരിച്ച് സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു. ത്രിദശേശ്വരി. ത്രിദശന്മാർക്ക് ഈശ്വരിയായവർ, ത്രിയുക്ത ദശന്മാർക്ക് ഈശ്വരിയായവൾ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം പറയാമത്രേ. ജാഗ്രതാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി ഈ 3 ദശകളിലൂടെ ജീവികൾ ദിവസവും കടന്നുപോകുന്നു. ഈ ദശകൾക്കെല്ലാം ദേവി ഈശ്വരിയാണ് എന്ന് പറയുന്നു. ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ജീവികൾക്ക് ഈ 3 ദശകളെ, അതായത് അവസ്ഥകളെ വേണ്ട പോലെ അനുഭവിക്കാം എന്ന് പറയുന്നു. 629 നാമങ്ങൾ കഴിഞ്ഞു. 125 ശ്ലോകങ്ങളും. നമുക്ക് ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. ദരാന്തോളിത ദീർഘാക്ഷി ദരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണനിധിർ ഗോമാതാ ഗുഹജന്മഭൂഃ ദേവേശീ ദണ്ഡനീതിസ്ഥാ ദഹരാകാശരൂപിണി പ്രതിഭന്മുഖ്യരാകാന്ത തിഥിമണ്ഡലപൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപവിനോദിനി സചാമരരമാവാണി സവ്യദക്ഷിണസേവിത ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേകകോടി ബ്രഹ്മാണ്ഡജനനി ദിവ്യവിഗ്രഹ ക്ലീങ്കാരി കേവലാഗുഹ്യ കൈവല്യപദദായിനി ത്രിപുരാ ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തിസ്ത്രിദശേശ്വരി. അടുത്ത 5 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.